ഇതൊരു മാന്തക്കറിയാണ്. മാന്തള ഇതിന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് കുറച്ച് തേങ്ങ രാകിയതും ജീരകവും പുളി, പിന്നെ അതിന് വേണ്ട മസാല വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി, ഉപ്പ് എല്ലാം കൂടി ആയിട്ട് മിക്സിയിലടിക്കുക. എന്നിട്ട് പിന്നെ തക്കാളി, പച്ചമുളകും തേങ്ങയായിട്ട് കൂട്ടിക്കാണ്ട് വേവിച്ചെടുക്കുന്നതാണ്. പെട്ടെന്ന് വളരെ സിമ്പിളാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വളരെ ടേസ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പം നിങ്ങൾ എന്തൊക്കെ അതിലേക്ക് വേണ്ട ചേരുവകളെന്ന് ഞാൻ പറയാം കേട്ടോ. തക്കാളി, പച്ചമുളക്, 3 ചെറിയ തക്കാളി, ഒരു 4 പച്ചമുളക്, 4 പച്ചമുളക്, മുളക്, പെരുംജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, പുളി, മൊത്തം എല്ലാം കൂടെ ആയിട്ട് മിക്സിയിലടിച്ചതാണ്. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് നമ്മൾ പണി കഴിയും. ഇതെല്ലാം കൂടെ ആയിട്ട് പിന്നെ അത് പുളിയൊക്കെ ഇടുമ്പോൾ പുളിയും കുറച്ച് ഉപ്പ് ഇട്ടാൽ തേങ്ങ പെട്ടെന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരിഞ്ഞ് കിട്ടും. അപ്പോൾ അതായത് പെട്ടെന്ന് അതായത് തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് കുറച്ച് പിന്നെ ഈ തേങ്ങാക്കൂട്ട് അതിലേക്ക് ഒഴിച്ച് തിളച്ചതിന് ശേഷം നമ്മൾ മാന്തളില്ലേ, അതാണ് ഞാൻ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇത് തിളക്കുന്നതിന് മുൻപ് ഈ ഇടരുത്. കറി നല്ലപോലെ തിളച്ച് തക്കാളി വെന്തതിന് ശേഷം, ഈ പച്ചച്ചുവ പോയതിന് ശേഷം ഈ ഇട്ട് ഒന്ന് തിളച്ചാൽ മതി. കൂടുതൽ തിളക്കുമ്പോളിങ്ങനെ കൂടുതൽ വേവിക്കുമ്പോൾ മാന്താൻ്റെ പിന്നെ ഒടുങ്ങിയൊക്കെ പോകും. അപ്പോൾ ഒന്ന് തെളിച്ച പാടല്ല, എന്നാലും നല്ലപോലെ ഒന്ന് തെളിച്ചെടുത്താൽ തീ ഓഫ് ചെയ്യുക. അതിന് ശേഷം കറിവേപ്പില, ഇച്ചിരി മല്ലിയില ഇട്ടുങ്ങാണ്ട് തൂമിക്കേണ്ടവർക്ക് ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ടുങ്ങാണ്ട് തൂമിക്കുക, ഉലുവയൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. കൂട്ടിയതാണ്, മീനിട്ടിട്ടില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. നല്ല വെച്ചാൽ പച്ചച്ചുവൻ്റെയും പിന്നെ തേങ്ങൻ്റെയും മുളകിൻ്റെയും ഈ തക്കാളി, പച്ചമുളക് എല്ലാത്തിൻ്റെയും പച്ചച്ചുവ ഒന്ന് പോയതിന് ശേഷം നമുക്ക് മീനിട്ടിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. തിളച്ചതിന് ശേഷം കാണിച്ചു തരാം. നല്ലതുപോലെ വെന്തിക്കുന്നു, നല്ലതുപോലെ തിളച്ചിട്ട് നമുക്കിനി മീനിടാം. ഈ പിന്നെ മാന്തളിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങുമെന്ന് പറയുന്ന കേൾക്കട്ടോ. അപ്പം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചാൽ മതി. മീനിട്ടിന് ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. നല്ലതെന്ന് വെച്ചാൽ കൂടുതൽ തിളക്കരുത്, നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. രണ്ടാം തീള എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്, പണ്ടുള്ളവർക്ക് പറയുന്ന കേൾക്കുന്നുണ്ട്, എൻ്റെ വല്യമ്മയൊക്കെ പറയുന്ന കേൾക്കാം. അപ്പോൾ അതേപോലെ ഒന്നാം തീള കഴിയട്ടെ, എന്ന് വെച്ചാൽ മൊത്തം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ, കൂടുതൽ തിളക്കരുത്. അപ്പോൾ പിന്നെ നമ്മൾ മീനെ ഒടിഞ്ഞു പോകും, ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇത് നല്ലൊരു പുതിയ മീനാണ്. ഈ തെളിച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഇറ്റിച്ചിടുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണൻ്റെ ചുവയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. അത് എന്നെപ്പോലെയുള്ള മടിച്ചികൾക്ക് പെട്ടെന്ന് തേങ്ങ, മുളക്, ജീരകം, പുളി, പച്ചമുളക്, പിന്നെ പച്ചമുളക് വേണമെങ്കിൽ കൂടെ ഇട്ടാൽ മതി. മുളക് തന്നെ നമുക്കിത് അത്യാവശ്യത്തിന് എരിവുണ്ട്. പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി ആദ്യം ഇടണ്ട. ആദ്യം മിക്സിനകത്ത് തേങ്ങ, മുളക്, പുളി, ഉപ്പും കൂടെ ജീരകവും നല്ല വലിയ ജീരകം ഉണ്ടല്ലോ
അതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക. ആ പുളി ഉപ്പും കൂടുമ്പോൾ തന്നെ തേങ്ങ നല്ലതുപോലെ അടിഞ്ഞ് കിട്ടും. നല്ല മൈ പോലെ അടിഞ്ഞ് കിട്ടും, മിക്സിയിൽ നല്ലപോലെ അടിഞ്ഞ് കിട്ടും. അതിന് ശേഷം നല്ലതുപോലെ അടിഞ്ഞതിന് ശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. വേണമെങ്കിൽ ആ കൂടെ തന്നെ 2 പച്ചമുളക് ഇടുക, നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അടിച്ചാൽ പിന്നെ തക്കാളിയും പച്ചമുളകും ആ കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് വേവിക്കുക. അതിന് ശേഷം മീനിടുക. പിന്നെ ഉള്ളത് മല്ലിച്ചപ്പ്, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണയും തൂവി. നല്ല കറിയാണ് കേട്ടത്, നല്ല കറി, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.